LDF സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ UDF എതിർത്ത ഒരു പദ്ധതി, പ്രത്യേകിച്ച് CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഉപയോഗിച്ച പദ്ധതി. തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിലെല്ലാം കോൺഗ്രസ് നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ എല്ലാവരും ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന പദ്ധതി അതായിരുന്നു PM ശ്രീ പദ്ധതി. കേരളം ഭരിക്കുന്നത് മോദിയുടെ അനുജനാണ് എന്ന് വരെ പറഞ്ഞു അന്നത്തെ പ്രതിപക്ഷ നേതാവ്, ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ. ആ പദ്ധതി നടപ്പാക്കാൻ ഔദ്യോഗികമായി UDF തീരുമാനിച്ചു. യു-ടേൺ അടിക്കുക എന്ന് മാത്രമല്ല, BJP-യുടെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയാണ് ചെയ്തിരിക്കുന്നത് UDF സർക്കാർ. VD സതീശനും VD സവർക്കറും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വരുന്നു എന്നർത്ഥം. UDF യോഗത്തിൽ ആരും എതിർത്തില്ല എന്നാണ് കേട്ടത്. കാരണം അതിനു മുമ്പ് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ എല്ലാ ഘടകകക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. നേരത്തെ തന്നെ മുസ്ലിം ലീഗിനെ ഒപ്പം നിർത്തിയിരുന്നു VD സതീശൻ. മുസ്ലിം ലീഗിൻ്റെ മന്ത്രി തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു വൈരുദ്ധ്യം. ഏറ്റവും കൂടുതൽ PM ശ്രീ പദ്ധതിയെ എതിർത്തത് മുസ്ലിം ലീഗാണ്. അവ തന്നെ നടപ്പാക്കുന്നു. ആ ഫണ്ട് വേണ്ടെന്ന് വെക്കണം എന്നാണ് നേരത്തെ മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞത്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് UDF ഏറ്റവും കൂടുതൽ എതിർത്ത പദ്ധതി, CPM-ഉം BJP-യും തമ്മിൽ പരസ്പര ധാരണയോടുകൂടിയാണ് പ്രവർത്തിക്കുന്നത് എന്ന ആരോപണം LDF-നെതിരെ ഉയർത്തിയ പദ്ധതി. BJP സർക്കാരിൻ്റെ, കേന്ദ്ര BJP സർക്കാരിൻ്റെ B ടീമാണ് കേരളം ഭരിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഉപയോഗിച്ച പദ്ധതി. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് പറഞ്ഞ പദ്ധതി അതായിരുന്നു PM ശ്രീ പദ്ധതി. ആ പദ്ധതി നടപ്പാക്കാൻ UDF തീരുമാനിച്ചു. UDF യോഗം ഔദ്യോഗികമായി തീരുമാനിച്ചു. നേരത്തെ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ ധാരണയുണ്ടായിരുന്നു. മുസ്ലിം ലീഗാണ് പദ്ധതിയെ ഏറ്റവും കൂടുതൽ എതിർത്തത്. അവർ തന്നെ പദ്ധതി നടപ്പാക്കുന്നു എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വൈരുദ്ധ്യം. ഇന്ന് ചേർന്ന UDF യോഗത്തിൽ ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തു, തീരുമാനമായി. തീരുമാനങ്ങൾ വിശദീകരിച്ച UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഒപ്പിട്ട് പോയി, അതുകൊണ്ട് നടപ്പാക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. കേൾക്കാം. UDF-ന്റെ LDF ഒപ്പിട്ടു. UDF-ന്റെ നയം എന്താണ്? ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കാനാണോ പദ്ധതി റദ്ദാക്കാനാണോ? UDF-ന്റെ നയം എന്താണ്? UDF-ന്റെ നയമാണ് പറഞ്ഞത്. ശ്രദ്ധിച്ചില്ല, ഞാനിപ്പോ പറഞ്ഞത് UDF-ന്റെ നയമാണ്. അതായത് കഴിഞ്ഞ LDF ഗവൺമെന്റ് ആണ് ഈ PM ശ്രീ പദ്ധതിയുമായി ഒപ്പിടാൻ പോയതും ഒപ്പിട്ട ആളിനെ കുറിച്ചൊന്നും ഞാൻ പേരെടുത്ത് പറയുന്നില്ല. എങ്കിലും അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറിയാണ് രഹസ്യമായോ പരസ്യമായോ, ഏതായാലും ഇത് രഹസ്യമായി ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല, കേന്ദ്ര ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ഒപ്പിടാൻ പോയത് അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ്. ആ വിദ്യാഭ്യാസ സെക്രട്ടറി ഒപ്പിട്ടത് ഒരു ഗവൺമെന്റ് എന്നുള്ള നിലയിൽ, അന്നത്തെ ഗവൺമെന്റ്, അന്ന് ഏത് ഗവൺമെന്റ് ആണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, LDF ഗവൺമെന്റ് ആണ്. LDF ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലാണ് ഇതിന് ഒപ്പിട്ടിട്ടുള്ളത്. വിഷയം പഠിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയുണ്ട്. തീരുമാനം ഇതുവരെ വന്നിട്ടില്ല. UDF യോഗം കഴിഞ്ഞ് UDF തീരുമാനവും കൂടി അറിഞ്ഞതിന് ശേഷം റിപ്പോർട്ട് നൽകാനാണ് ഉപസമിതി തീരുമാനിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ UDF യോഗം തീരുമാനിച്ചു നടപ്പാക്കാൻ. ഇനി ഏതൊക്കെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പാക്കണം എന്നത് മാത്രമാണ് തീരുമാനിക്കാനുള്ളത്. അത് എത്രയും വേഗം തീരുമാനിക്കും എന്നാണ് UDF കൺവീനർ പറയുന്നത്. കേൾക്കാം. കരാറിൽ ഏർപ്പെട്ടിട്ടില്ല എന്ന MOU മാത്രം അതിനുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് കൊടുത്തിട്ടില്ല എന്നാണ് കേന്ദ്ര സർക്കാർ രേഖാമൂലം. അല്ല, ഞാൻ അത് പറഞ്ഞല്ലോ. അത് ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? ഞാൻ പറഞ്ഞത് ആ ചോദ്യത്തിന് മറുപടി കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു, MOU ഒപ്പിട്ടു. ആ MOU ഒപ്പിട്ടു എങ്കിലും ഏതൊക്കെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നടപ്പാക്കേണ്ടത് എന്നതിനെ കുറിച്ച് ഞങ്ങൾ തീരുമാനിച്ചു. ഈ MOU ഒപ്പിട്ടതിന് ശേഷം അല്ല, PM ശ്രീയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങൾ അതൊരു തുടർച്ചയെന്നുള്ള നിലയിൽ അത് മുമ്പോട്ട് പോകും.
വിചിത്രമായ ന്യായവും പറയുന്നുണ്ട് UDF കൺവീനർ അടൂർ പ്രകാശ്. ഞങ്ങൾ പദ്ധതിയെ എതിർത്തിട്ടേയില്ല. LDF സർക്കാരിൻ്റെ കാലത്ത് LDFിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ചൂണ്ടിക്കാട്ടിക്കുക മാത്രമേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ഇതാണ് ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശിൻ്റെ നിലപാട്. അതുതന്നെയാണ് UDFിൻ്റെ നിലപാട്. കേൾക്കാം. കൺവീനറെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ കൺവീനർ അടക്കം ഇന്നത്തെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് PMC പദ്ധതി നടപ്പിലാക്കില്ല. അന്നത്തെ സർക്കാരിനെ ആരോപണത്തിന്റെ മുൾമുനയിൽ UDF കോൺഗ്രസ് നിർത്തിയത് ഈ പദ്ധതിയെ ചൊല്ലിയാണ്. അതേ പദ്ധതി ഉടനെ വന്നാണ് ഇപ്പോഴത്തെ കൺവീനർ പറയുന്നത്. അതിനാണ് വിചിത്ര വാദമാണത്. തെറ്റിദ്ധരിക്കുന്ന അന്നത്തെ UDF അല്ല, അന്നത്തെ LDFിൽ തന്നെ ഉള്ള CPI ആണ് അത് മറന്നുപോയത്. CPI ആണ് ഇതിനെതിരെ ശബ്ദമുയർത്തിയത്. ആ ശബ്ദമുയർത്തിയെങ്കിലും എന്ത് ചെയ്തു എന്നതിനെ കുറിച്ച് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോ കഴിഞ്ഞ ഗവൺമെന്റിൽ തന്നെ ഉണ്ടായ അവസരങ്ങൾ അത് മറച്ചു വെക്കാൻ വേണ്ടി ശ്രമം നടത്തിയത്. അവസാനം അടൂർ പ്രകാശ് സത്യം പറഞ്ഞു. എന്തിനാണ് പദ്ധതി നടപ്പാക്കുന്നത് എന്ന് ആവർത്തിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഫണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന്. നേരത്തെ LDF സർക്കാരിൻ്റെ കാലത്ത് പറഞ്ഞത് ആ ഫണ്ട് വേണ്ടെന്ന് വെക്കണം എന്നാണ്, ആ നക്കാപ്പിച്ച വേണ്ടെന്ന് വെക്കണം എന്നാണ്. അങ്ങനെ പറഞ്ഞവർ ഇപ്പോൾ ഫണ്ടിന് വേണ്ടി ഒപ്പിടാൻ തയ്യാറാകുന്നു, പദ്ധതി നടപ്പാക്കാൻ തയ്യാറാകുന്നു എന്ന് പറയുന്നത് UDF കൺവീനർ തന്നെയാണ്. UDF യോഗത്തിൻ്റെ തീരുമാനം വിശദീകരിച്ചുകൊണ്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ആ പോളിസി നടപ്പിലാക്കുമെന്ന തരത്തിലുള്ള വിമർശനമാണ് വന്നത്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു കരാറ് ഈ സംഘപരിവാർ അജണ്ടയാണ് നടപ്പിലാക്കാൻ പോകുന്നത്. നമുക്ക് അവകാശപ്പെട്ട ഫണ്ടുകളുണ്ട്. ആ ഫണ്ടുകൾ ഏറ്റുവാങ്ങുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടാകില്ല. അത് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന ചില പദ്ധതികൾ അനുസരിച്ച് ആ പദ്ധതി നമുക്കിവിടെ പ്രയോജനപ്രദമാണോ എന്ന് മാത്രം നോക്കുക എന്നുള്ളതാണ് ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനം. അപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഒരു കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ട് ഏറ്റുവാങ്ങുവാൻ വേണ്ടിയുള്ള നടപടികളുമായി മുമ്പോട്ട് പോകും. ഫണ്ട് കിട്ടില്ല എന്നുള്ളതാണ് ഇല്ല, അത് അങ്ങനെയല്ലല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കേട്ടില്ലേ? അതൊക്കെ അപ്പോൾ പറയുന്നത് ഒന്ന്, നടപ്പാക്കുന്നത് മറ്റൊന്ന്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്തും പറയാം എന്ന് പറഞ്ഞ ഒരു മന്ത്രിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പേരാണ് KM ഷാജി. അദ്ദേഹമാണ് പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ചവറ്റുകൊട്ടയിലെറിയും, അറബിക്കടലിലെറിയും എന്നൊക്കെ പറഞ്ഞത് അദ്ദേഹമാണ്. ആ ഫണ്ട് വേണ്ട ഞങ്ങൾക്ക് എന്ന് പറഞ്ഞതും അദ്ദേഹം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, പാണക്കാട് സാദിഖലി തങ്ങളടക്കമുള്ള മുസ്ലിം ലീഗ് നേതാക്കൾ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ എല്ലാം മറന്നു. മുസ്ലിം സംഘടനകൾ ഇപ്പോഴും എതിർപ്പുമായി രംഗത്തുണ്ട്. പക്ഷേ അത് പൂർണ്ണമായും അവഗണിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് UDF. അതുതന്നെയാണ് UDF യോഗത്തിൽ കണ്ടത്. മുസ്ലിം ലീഗ് പോലും എതിർത്തില്ല, ഒരു എതിർപ്പ് പോലും ഉയർത്തിയില്ല എന്നാണ് കേൾക്കുന്നത്. എന്തായാലും BJP സർക്കാരിന്, BJPയുടെ നിലപാടുകൾക്ക് മുന്നിൽ മുട്ടുമടക്കി സാഷ്ടാംഗം പ്രണമിക്കുന്ന UDF നേതാക്കളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്.